മലപ്പുറം വളാഞ്ചേരിയിൽ കോഴി മാലിന്യം കൊണ്ടുപോയ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞ് അപകടപ്പെടുത്താൻ ശ്രമം. ദേശീയപാതയിൽ വെച്ചായിരുന്നു ആക്രമണം. ഡ്രൈവർക്ക് കല്ലെറിയിൽ പരിക്കുപറ്റി. കോഴിക്കടകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഫാമുകളിലേക്കും മറ്റുമാണ് കൊണ്ടുപോയിരുന്നത്. അപ്രതീക്ഷിതമായിരുന്നു കല്ലേറ്. വാഹനം നിയന്ത്രണം വിട്ടെങ്കിലും വൻ അപകടമൊഴിവായി. ഡ്രൈവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റുകാരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് ആരോപണം. 10 ദിവസത്തിന്റെ അടുത്തായിട്ട് അല്ലേ 10 ദിവസത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഈ വാഹനമാണ് ഇവിടുന്ന് നമ്മളെ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് പോകുന്നത്. ആ വാഹനം ഇന്നിപ്പോൾ വളാഞ്ചേരി ഓണിയമ്പാലം എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഈ പാലം ഇറങ്ങി വരുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു വാഹനം വൈറ്റ് കളർ, ഒരു ഐട്ടൺ എന്ന് പറഞ്ഞൊരു വണ്ടിയും പിന്നെ ഒരു ഫോർച്യൂണർ വൈറ്റ് കളർ, ഈ രണ്ട് വാഹനം ഫോർച്യൂണർ കുറച്ച് മുമ്പിലായിട്ടും ഐട്ടൺ കുറച്ച് അതിൻ്റെ ബാക്കിലായിട്ട് റണ്ണിങ്ങിൽ നിർത്തി ആ ഐട്ടണിൽ ഒരാൾ ഇറങ്ങി വന്നിട്ട് ഈ വാഹനത്തിന് കല്ലെടുത്തെറിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കല്ല് കിട്ടാൻ സാധ്യതയൊന്നുമില്ല, പക്ഷെ അവർ കല്ല് കൊടുന്നതാണ്. അത് നനവും കാര്യങ്ങളൊന്നുമില്ല. മഴ പെയ്ത് ഇവിടെ ഈ നനഞ്ഞു നിൽക്കണമെങ്കിലും ആ കല്ല് നനവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മനഃപൂർവ്വം അവർ കൊടുന്നതാണ്. കോഴിമാലിന്യ ശേഖരണത്തിനുള്ള ഫീസ് റെൻഡറിംഗ് പ്ലാന്റുകാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനെതിരെ കോഴിക്കട ഉടമകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ബദൽ മാർഗമായി കോഴിമാലിന്യം വ്യാപാരികൾ നേരിട്ട് പന്നിഫാം, മത്സ്യകൃഷി ഫാമുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പരാതി. കൈരളി ന്യൂസ്, മലപ്പുറം.